അങ്ങനെ നമുക്ക് വൺ പീസിലെ ചാപ്റ്റർ 1156ൻ്റെ ബ്രീഫായിട്ടുള്ള സ്പോയിലേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്പോയിലേഴ്സിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്പോയിലേഴ്സിലേക്ക് പോകാം. നമ്മുടെ ചാപ്റ്ററുടെ പേര് ഐഡൽസ് എന്നാണ്. ചാപ്റ്ററിൻ്റെ കവർ പേജിൽ നമുക്ക് ലൂഫിയെയും സോറയെയും സാഞ്ചി, റോജർ, റെയിലിംഗ്, ഗബാൻ എന്നിവരെയൊക്കെ കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റ് സ്ട്രോൾസുകൾ പിന്നിലും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ്. നമ്മുടെ ചാപ്റ്ററിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് കൂജ പൈരസിനെയാണ്. ഈ സംഭവം നടക്കുന്നത് നമ്മുടെ ഹാങ്കോക്കിൻ്റെ ടൈമിലല്ല, നമ്മുടെ റോക്സ് പാറ്റിലുള്ള ഗ്ലോറിയസിൻ്റെ സമയത്താണ്. അതായത് കൂജ പൈരസിൻ്റെ ക്യാപ്റ്റനായിരുന്നു പുള്ളിക്കാരി. നമ്മുടെ ഷാക്കി ആയിരുന്നു കൂജ പൈരസിൻ്റെ നമ്പർ 2. അതുപോലെ തന്നെ ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും ഐഡൽസ് ആയിരുന്നു കൂജ പൈരസ് എന്ന് പറയുന്നത്. ഇവൻ നമ്മുടെ ഹാങ്കോക്കിനെ പോലെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരുന്നു ഷാക്കിയും. ആ സമയത്തായിരുന്നു നമ്മുടെ റോജർ പൈരറ്റും കൂജ പൈരറ്റും തമ്മിൽ കണ്ടുമുട്ടുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ടുപേർക്കും 100% ഫൈറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. കാര്യം നമ്മുടെ ഷാക്കിയുടെ ബ്യൂട്ടി കണ്ട് റോജർ പൈരറ്റ് എല്ലാവരും മയങ്ങിയിരുന്നു. ആ സമയത്താണ് അവിടെ ഒരു പ്രേമം തന്നെ പൊട്ടിമുളക്കുന്നത്. ഈവൻ നമ്മുടെ റോജർ പോലും ഷാക്കിയെ കണ്ട് ഇമ്പ്രസ് ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂജ പൈരസിൻ്റെ ക്യാപ്റ്റനായ ഗ്ലോറിയസൊക്കെ നമ്മുടെ റോജറിനോടും, റോജറിൻ്റെ ഷാക്കിയോടും, ഷാക്കിക്ക് നമ്മുടെ റെയിലിയോടായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത്. പക്ഷേ ഇവർ 4 പേരും ഇത് അപ്പുറം ഇപ്പുറം അറിയുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് നമ്മുടെ ഗാർപ്പിൻ്റെ ഷിപ്പ് അവിടത്തേക്ക് വരുന്നുണ്ടായിരുന്നത്. അത് കണ്ട് നമ്മുടെ കൂജ പൈരസ് അവിടുന്ന് എസ്കേപ്പ് ആവുന്നുമുണ്ട്. ഈ ടൈമിൽ നമ്മുടെ റോജർ പൈരറ്റ് ഇവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ ഇത്തവണ നമ്മുടെ റോജറും ഗാർപ്പും തമ്മിലൊരു വലിയ ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട്. ഇവർ 2 പേരും ഒരു വലിയ അളവിലുള്ള സുപ്രീംകിങ് ഹാക്കിയായിരുന്നു സ്പ്രെഡ് ചെയ്തത്. നമ്മുടെ റോജറാകട്ടെ സോഡ് കൊണ്ടും, അതുപോലെ തന്നെ നമ്മുടെ ഗാർപ്പാകട്ടെ ഗാർപ്പിൻ്റെ കെയ്യാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് എൽബഫിലേക്കായിരിക്കും. എൽബഫിലാണെങ്കിൽ നമ്മുടെ ലോക്കിയെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ലോക്കി ആകട്ടെ അടുത്ത പ്രാവശ്യം റോക്കി തിരിച്ചു വരുന്ന സമയത്ത് എന്തായാലും റോക്സിൻ്റെ ക്രൂവിൽ ചേരണമെന്ന് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ഹജിനോസയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ റോക്സിൻ്റെ ക്രൂവിൽ തന്നെ പുതിയ പുതിയ മെമ്പേഴ്സും ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ കൈദോ, ബിഗ് മോം, സിൽവർ ആക്സ്, ജോൺസ് ഇവരെല്ലാവരും അവിടത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ റോക്സ് എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു നമ്മുടെ എൽബഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഹോളി ലാൻഡ് ഡിസ്ട്രോയ് ചെയ്യുന്നതിന് എൽബഫിന് വളരെ വലിയൊരു പങ്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാപ്റ്ററിൻ്റെ അവസാനം നമ്മുടെ റോക്സിൻ്റെ പ്ലാൻ മുഴുവൻ റിവീൽ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ റോക്സിനെ ഹോളി ലാൻഡൊക്കെ ഡിസ്ട്രോയ് ചെയ്തിട്ട് നമ്മുടെ വേൾഡിലെ തന്നെ ഒരു കിങ് ആവാനായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടി നമ്മുടെ റോക്സിന് 2 ലെജൻഡറി ഡബിൾ ഫ്രൂട്ട് ആവശ്യമുണ്ട്. അതിലൊന്ന് നമ്മുടെ എൽബഫിലാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ റോക്സ് ഗലീലിയ ജെയിൻസിനെ കുറിച്ചും പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. ഗൈസ്, അതുപോലെ തന്നെ നമ്മൾ ഈ സ്പോയിലേഴ്സിൽ ഇത്ര കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനിടയിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ആക്കി വെക്കുക. അടുത്ത ദിവസം പുതിയ വീഡിയോ ആയി വരുന്നവരെ അപ്പോൾ ഓക്കെ, ബൈ.